ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്, അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ മെസ്സേജ്, ആൻസിസ്റ്റേഴ്സിന്റെ മെസ്സേജ് ഒക്കെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ബ്രോക്കൺ ആരോ എന്ന് പറയുന്ന കാർഡാണ്. ബ്രോക്കൺ ആരോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്രേസ് ദ എനർജി ഓഫ് പീസ്. അതെ, സത്യമല്ലേ? നമുക്ക് ഒരിക്കലും സമാധാനമില്ലാതെ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാ സന്തോഷങ്ങളെയും കൊണ്ടുതരുന്നത് എന്താണ്? മനസ്സിന്റെ സമാധാനമാണ്. മനസ്സ് ഒരിക്കലും സമാധാനമില്ലാത്ത ഒരു അവസ്ഥയെ നിലനിർത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഒന്നും വരില്ല. ഒരു സന്തോഷവും വരത്തില്ല, ഒരു സക്സസും വരത്തില്ല ജീവിതത്തിൽ. ഈ ഒരു സമാധാനം, പീസ് എന്ന് പറയുന്നത് എന്താണ്? സമാധാനം, മനസമാധാനം. ഈ ഒരു മനസമാധാനമില്ലാത്ത അവസ്ഥയിൽ ആർക്കും ജീവിക്കാൻ പറ്റുകയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് തന്നെ മരണപ്പെടും ചില ആൾക്കാർ, അല്ലേ? അതുകൊണ്ട് അതിനെ ഒഴിവാക്കുക, സമാധാനത്തെ കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏത് കാര്യത്തിലും സമാധാനം കൊണ്ടുവരാൻ നമ്മൾ സ്വയം ശ്രമിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. നമ്മളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ നമ്മളെ കൊണ്ടല്ലാതെ മറ്റൊരുത്തർക്കും സാധിക്കുകയില്ല. നമ്മുടെ സമാധാനത്തെ കെടുത്താനാണ് മറ്റുള്ള ആൾക്കാർ ശ്രമിക്കുന്നത്, അറിയാവോ? അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നമ്മൾ പിടിച്ചു കൊണ്ടുവരാൻ പാടില്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നിനെയും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. മനസ്സിലായി? മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പോകുമ്പോൾ തന്നെയും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടെ അവർ ചിലപ്പോൾ നമ്മളെ തന്നെ അവിടെ കരുവാക്കും. നമ്മളെ ഉൾപ്പെടുത്തി അവർ സന്തോഷിക്കാൻ ശ്രമിക്കും. എന്നിട്ടോ പിന്നെ നമ്മളാകും ആപ്പിലാകുന്നത്. അതുകൊണ്ട് അനാവശ്യകരമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. നമ്മളുടേതായ കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ ചെലുത്തി കഴിയുക. അവിടെയാണ് നമുക്ക് സമാധാനത്തെ കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ്. ആൻസിസ്റ്റേഴ്സിന്റെ മെസ്സേജാണിത്. നമ്മുടെ സമാധാനം നമ്മൾ കളയാൻ പാടില്ല. അതിനെ നിലനിർത്തി കൊണ്ടുപോകൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ആദ്യത്തെ മെസ്സേജ്. അപ്പം നമുക്ക് അതിനായിട്ട് ഇനി എന്താണ്, നമുക്ക് ടാരോ കാർഡ്സ് ഒന്ന് എടുക്കാവേ. ഇവിടെ പേജ് ഓഫ് സോർഡ്സ് ആണ്. പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ശരി, നമ്മുടേതായ കാര്യത്തിന് നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതായത് നിങ്ങളുടെ കാര്യത്തിന് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകും, എന്നാൽ മാത്രമേ നിങ്ങളുടേതായ കാര്യത്തിന് മുന്നോട്ട് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക, അതിനായിട്ട് ആക്ഷൻ എടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കവിടെ സമാധാനം ലഭിക്കും. മനസ്സിലായി? അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി അവിടെ ഒരു സക്സസ് കൊണ്ടുവരാൻ വേണ്ടി ആക്ഷൻ എടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ആക്ഷൻ എടുക്കാതെ ഇരുന്നാലോ, വെറുതെ മടി പിടിച്ചിരുന്നാലോ ഒന്നും വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് ജീവിതത്തിലേക്ക് വരില്ല, ഒരു സമാധാനവും കിട്ടുകയില്ല. മനസ്സിലായോ? അങ്ങനെ സമാധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് ആൻസിസ്റ്റേഴ്സിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് എന്താണ് നമുക്ക് ആൻസിസ്റ്റേഴ്സ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് പറയുന്ന റീട്രീറ്റ് ആൻഡ് റീചാർജ് എന്നാണ് പറയുന്നത്. കണ്ടില്ലേ? റീചാർജ് ചെയ്യൂ, റീട്രീറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ദേഹസൗഖ്യം,
എങ്ങനെ നിലനിർത്താൻ പറ്റുമോ അവിടെ റീചാർജ് ചെയ്യൂ. മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ ചാർജ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എപ്പോഴും റീചാർജ് ചെയ്യാറുണ്ടല്ലോ അല്ലയോ? ചാർജ് വീണ്ടും കൊടുത്തിട്ടല്ലേ അതിനെ ഓപ്പൺ ആക്കാൻ പറ്റുകയുള്ളൂ. അത് വീണ്ടും പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, അതിന് വീണ്ടും ചാർജ് കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹെർമിറ്റ് എനർജിയാണ്. അതായത് നമ്മൾ ശ്വാസത്തെ കൊണ്ടുവരൂ, ഇവിടെ ചാർജ് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ജീവിതം നിലനിൽക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ശ്വാസമാണ് വേണ്ടത്. ശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത്. അത് ആ വായു, അതായത് ഓക്സിജൻ അല്ലേ? അപ്പോൾ ഈ ഒരു ഓക്സിജനെ നിങ്ങൾ സ്വീകരിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്താൻ ശ്രമിക്കൂ. അതുവഴി നിങ്ങൾക്ക് ശ്വാസത്തെ കൊണ്ടുവരൂ, നിങ്ങളൊന്ന് റീചാർജ് ചെയ്യൂ, അതാണ് പറയുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മെഡിറ്റേഷനിലൂടെയാണ് കൂടുതലായിട്ട് ഓക്സിജൻ ശരീരത്തിന് കിട്ടുന്നത്. ഓക്സിജൻ ശരീരത്തിന് കിട്ടുമ്പോൾ മാത്രമാണ് ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കുന്നത്. അപ്പോൾ മാത്രമാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വേണം മുന്നോട്ട് വരാൻ. അപ്പോൾ തീർച്ചയായിട്ടും വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല വൃക്ഷങ്ങളുടെ ചുവട്ടിലിരുന്ന് നല്ല ഓക്സിജനെ റിലീസ് ചെയ്യുന്ന ആൽവൃക്ഷം ഉണ്ടല്ലോ, അതിന് ചുവട്ടിലിരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരത്തണലുകളിൽ വേണമെങ്കിലും ഇരിക്കാവുന്നതാണ്. നല്ല വൃക്ഷത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് തന്നെയും നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. ഓക്സിജന് ശരീരത്തിൽ നിറയ്ക്കാവുന്നതാണ്. അതിനായിട്ട് ശ്വാസം എടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശ്വാസത്തെ നിലനിർത്തൂ. ശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ആ ശ്വാസത്തെ നിലനിർത്തൂ എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ആൻസസ്റ്റേഴ്സ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ബി ഓപ്പൺ ടു ഹീലിംഗ് ഇൻഫർമേഷൻ. നമുക്ക് ഹീലിംഗ് ഇൻഫർമേഷൻ ആണ്. അതായത് എന്താണ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുഖപ്പെടുത്തലാണ്. സുഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സ്വയം സുഖപ്പെടാവുന്നതാണ്. അതിനുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. അങ്ങനെ ഹീലിംഗിലൂടെ നിങ്ങൾ മുന്നോട്ട് വരൂ, നിങ്ങളുടെ ചക്രാസിനെ സുഖപ്പെടുത്തൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചക്രാസിനെ ആക്റ്റീവ് ആക്കൂ. ചക്രാസിനെ ആക്റ്റീവ് ആക്കുമ്പോൾ എന്താണ് വേണ്ടത്? ഇവിടെ മെഡിറ്റേഷൻ തന്നെയാണ് പ്രധാനമായിട്ടും വേണ്ടത് എന്നാണ് ഇവിടെയും കാണുന്നത്. അതായത് മെഡിസിൻ ഗാർഡിയനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. ഹീലിംഗ് ഇൻഫർമേഷൻ ആണ്. ഹീലിംഗിൻ്റെതായ എനർജി കൊണ്ടുവരും. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ആർക്കേഞ്ചൽ റാഫേലല്ലേ ഹീലിംഗിൻ്റെ ഒരു എനർജി കൊണ്ടുതരുന്നത്. അപ്പോൾ റാഫേൽ മാലാഖയുമായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. റാഫേലാണ് നമ്മളുടെ അസുഖങ്ങളെ സുഖപ്പെടുത്തി തരുന്നത്, നമുക്ക് ഹീലിംഗ് തരുന്നത്, ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനൊക്കെ കൊണ്ടുതരുന്നത് ഇവിടെ നമുക്ക് ആർക്കേഞ്ചൽ റാഫേൽ എന്ന് പറയുന്ന മാലാഖയാണ്. അപ്പോൾ ഈ ഒരു ഏഞ്ചലിനെ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹീലിംഗിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാവുന്നതാണ്. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ചക്രാസിനെ ഹീൽ ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചക്രാസിനെ ഹീൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? ആത്മീയപരമായ എനർജിയെ സ്വീകരിക്കലാണ് വേണ്ടത്. നമ്മുടെ പ്രപഞ്ചത്തിലെ ആത്മീയ ഊർജത്തെ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടതായ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ 7 ചക്രാസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ചക്രാസിന്റെ ആക്ടിവേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലതായ ആരോഗ്യം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ആൻസിസ്റ്റേഴ്സ് ഇവിടെ പറയുന്നത്. നോക്കാവേ, അതിലൂടെ നമുക്ക് എന്ത് സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഇവിടെ ഹെങ്ഡ്മെന്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ യോഗ ചെയ്യുന്ന എനർജി ഉണ്ടാവാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ കുണ്ടലിനിയെ ഉണർത്തുന്ന ഒരു യോഗയുണ്ടല്ലോ, അത് ചെയ്യുന്ന എനർജിയുമാകാം. ചിലപ്പോൾ കടൽ തീരത്തൊക്കെ പോയിരുന്ന് അങ്ങനെ ചെയ്യുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹീലിംഗിന്റെ ഒരു ഭാഗമാണിത്
അല്ലെ? ചക്രാസിനെ ഉണർത്തുന്ന ഒരു ഭാഗമാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇത് ചെയ്യുന്നത് ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ശാരീരികമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തൂ, അതുവഴി മെന്റലി പവർഫുൾ ആവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് ഹണ്ടറാണ്. ട്രാക്ക് ഡൗൺ യുവർ ഫിയേഴ്സ് ആൻഡ് ഡിസയേഴ്സ്. കണ്ടില്ലേ, നിങ്ങളുടെ ഫിയേഴ്സിന് ഡിസയേഴ്സിന്, നിങ്ങളുടെ ഫിയേഴ്സിന് കളയൂ, പേടിയെ കളയൂ, എന്നിട്ട് എന്താണ്, ആഗ്രഹങ്ങളെ പിന്തുടരൂ എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ പേടി ഉണ്ടാവും ഏതെങ്കിലും കാര്യത്തിൽ. ചിലപ്പോൾ എക്സാം എഴുതാൻ പോകുന്നു, എനിക്കത് ലഭിക്കുമോ? ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർവ്യൂസിന് പങ്കെടുക്കാൻ പോകുന്നു, അയ്യോ അത് ലഭിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾ പറയേണ്ടത് എന്താണ്, ഞാൻ കഴിവുള്ളവനാണ്, എനിക്കത് ലഭിക്കും, ഞാൻ വിജയിയാണ്, ഐ ആം സക്സസ്. മനസ്സിലായ? ഐ ആം കേപ്പബിൾ, ഐ ആം സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ. ഇന്റർവ്യൂസിന് പോകുമ്പോഴും എക്സാമിനേഷനൊക്കെ എഴുതാൻ പോകുമ്പോഴും എല്ലാം നിങ്ങൾ അങ്ങനെയാണ് പറയേണ്ടത്. മനസ്സിലായി? മനസ്സിനൊരു ധൈര്യം കൊടുക്കുക, മനസ്സിന് പോസിറ്റീവായിട്ട് ഇരിക്കാനുള്ള എനർജി കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിലെ പേടി കളയൂ എന്നുള്ളതാണ് ആൻസസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ പേടി കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഉള്ള പേടി, ഒരിക്കലും പേടിയെ വഹിച്ചുകൊണ്ട് നിങ്ങൾ നടക്കാൻ പാടില്ല. പേടി നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് സക്സസ് വരാനുള്ള താമസമുണ്ടാവും. മനസ്സിലായ? അപ്പോൾ നമ്മൾ സക്സസിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് കോൺഫിഡൻസ് ആണ് അത്യാവശ്യം. കോൺഫിഡൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഐ ആം സക്സസ്, ഐ ആം കേപ്പബിൾ. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? അതിനുവേണ്ടി കുറച്ചൊന്ന് കഠിനാധ്വാനം ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, അതിനായിട്ട് കുറച്ച് എഫേർട്ട് എടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് അത് പോകാനും അതിനെ ആഗ്രഹിക്കുന്നതിനെ നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ആൻസസ്റ്റേഴ്സ് പറയുന്നത്. ആഗ്രഹങ്ങളെ നേടിയെടുക്കണമെങ്കിൽ എന്ത് കളയണം എന്നുള്ളതാണ്? പേടി കളയണം. മനസ്സിലായത്? നമ്മൾ എല്ലായ്പ്പോഴും പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിൽ പേടിയാണ്. എന്തിനാണ് പേടി? പേടി വഹിച്ചുകൊണ്ട് നടക്കാനേ പാടില്ല. അതൊരു ഏറ്റവും വലിയൊരു നെഗറ്റീവ് എനർജിയാണ് പേടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി ഉള്ളിലുള്ളിടത്തോളം നമുക്കൊരു സക്സസ് വരില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആഗ്രഹങ്ങളെ നേടിയെടുക്കണമെങ്കിൽ മൈൻഡിൽ പോസിറ്റീവായിട്ട് തന്നെ ചിന്ത വേണം. മനസ്സിലായോ? ഫൈവ് ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ എന്തോ ഒരു ഏടാകൂടത്തിൽ പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നുണ്ട്, എന്തെങ്കിലും റിസൾട്ട് നോക്കിയിരിക്കുകയാണ്, അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ മുൻപോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലുള്ള പേടിയെ കളഞ്ഞ് ആഗ്രഹങ്ങളെ സഫലീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കും. പേടിയില്ലാതെ മറ്റുള്ളവരിൽ നിന്ന് മുൻപന്തിയിലെത്തണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ കോൺഫിഡൻസ് ആണ് വേണ്ടത്, ആവേശമാണ് വേണ്ടത്. അങ്ങനെയുള്ള ആവേശത്തോടു കൂടി മുന്നോട്ട് ുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരെ അപേക്ഷിച്ച് മുൻപന്തിയിലെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കണം ഡ്രീം ആൻഡ് ജേർണി. നിങ്ങളുടെ ഡ്രീം കണ്ടില്ലേ, യാത്രകളെ കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൂ, വളരെ കോൺഫിഡൻ്റ് ആവണം. നിങ്ങൾ ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യുക. എല്ലായ്പ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് പോകാതിരിക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ്, മറ്റുള്ളവരുടെ കൂട്ട് അത്യാവശ്യമാണ് അല്ലേ? ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അവിടെയാണ് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒറ്റയ്ക്ക് യാത്രകൾ നടത്തുക. അവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. പല ഭാഷകൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും, പല ഭാഷകളെ അറിയാൻ സാധിക്കും, പല സ്ഥലങ്ങളെ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് വന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് സ്വയം പരിഹരിച്ച് മുന്നോട്ട് വരാനും സാധിക്കും. മനസ്സിലായി? അതാണ് ഈ ഒറ്റയ്ക്കുള്ള യാത്ര നല്ലതാണ് എന്ന് പറയുന്നത്. മനസ്സിലുള്ള ധൈര്യവും വർദ്ധിച്ചു വരും. അത് പേടി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഉള്ളിലുള്ള പേടിയെ കളഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരൂ. അവിടെ നിങ്ങൾക്ക് ഏതൊരു സ്വപ്നമുണ്ടോ അത് സഫലമാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാത്രകൾ വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതാണ് കാണുന്നത്.
ഇത് 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവരുടെ ഈഗോ, അതിൽ നമ്മൾ പാത്രമാകാൻ പാടില്ല. ഇവിടെ തീർച്ചയായിട്ടും പേടി ഉള്ള വ്യക്തികൾക്കാണ്, ധൈര്യം തീരെ ഇല്ലാത്ത വ്യക്തികൾക്കാണ് മറ്റുള്ളവരുടെ അടിമയായി കഴിയേണ്ട അവസ്ഥ വരുന്നത്. ഇവിടെ നമുക്ക് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകൂ എന്നുള്ളത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ഈഗോയ്ക്ക് പാത്രമാകാൻ പാടില്ല, സ്വയം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരൂ എന്നുള്ളതാണ്. ബ്രേവ് ആകുക, മനസ്സിലായി? ബ്രേവ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വയം വിചാരിച്ചാൽ മാത്രമേ ശരിയാവൂ. പവർഫുൾ ആവണം. അങ്ങനെ പവർഫുൾ ആയി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കേണ്ട ഒരു ഗതികേട് വരില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി. കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്നത് ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി എന്നാണ്. അപ്പോൾ അതോറിറ്റിയിലേക്ക് ചാർജ് ചെയ്യൂ, നിങ്ങളുടെ അധികാരഭാവത്തിലേക്ക്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് അധികാരഭാവം വരുന്ന, അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കാനുള്ള ഒരു കഴിവ്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾ നല്ല വ്യക്തികളാണ്, നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ്, പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്, ബ്രേവ് ആയിട്ടുള്ള വ്യക്തികളാണ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ചാർജ് ചെയ്യാൻ ശ്രമിക്കൂ, അല്ലാതെ ബൈക്കിലോട്ട് പോവുകയല്ല ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? എത്രമാത്രം നിങ്ങളുടെ അതോറിറ്റിയെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവർ നിങ്ങളുടെ പിന്നിൽ നിൽക്കണം, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പവർ ലഭിക്കുന്നതാണ്, അതോറിറ്റി പവർ ലഭിക്കുന്നതാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായാലും മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു പദത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരുടെ ലീഡർ ആവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയമാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലാവാം, പ്രമോഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യത, പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള സാധ്യത, വാഹനത്തിന് ലൈസൻസ് കിട്ടുന്ന എനർജി ആവാം. അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ വിവാഹം നടക്കുന്ന എനർജിയോ മറ്റു കൂട്ടുകാരെ കണ്ട് സന്തോഷിക്കുന്ന എനർജിയോ ഒക്കെയും ആവാം. ഏതെല്ലാം കാര്യത്തിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരാൻ പോകുന്നു. ഒരുപാട് സന്തോഷിക്കാനുള്ള എനർജിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് ബോട്ടം വന്നിരിക്കുന്നു. അതിന് തൊട്ട് താഴെ 6 ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സക്സസിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോകാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഒരു ആദരവ് ലഭിക്കാനുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, രാപകൽ അധ്വാനിച്ച് മണി ഏൺ ചെയ്യാനുള്ള ആ ഒരു ഉത്സാഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചിലർക്ക് നോക്കിയിരിക്കുന്ന ജോലി കിട്ടാം, അതിലൂടെ അധ്വാനിച്ച് നല്ലതുപോലെ അധ്വാനിച്ചാൽ തന്നെ വരുമാനം ഉണ്ടാവൂ എന്നുള്ള അറിവോടുകൂടി തന്നെ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് എടുക്കാവേ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ഭാഗ്യമാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഔൾ വേസ് വന്നിട്ടുണ്ട്, നോട്ട് വന്നിരിക്കുന്നു, ബ്രൂം വന്നിട്ടുണ്ട്,
പിന്നെ യങ്ങർ മാൻ വന്നിരിക്കുന്നു. ബോട്ടം വന്നിരിക്കുന്നത് ഫയർ ആണ്. സ്ട്രോങ് ഇമോഷൻസ്, പാഷനേറ്റ്, ലവ് ഓർ ഹേറ്റ്. കണ്ടില്ലേ, ഇമോഷൻസ് സ്ട്രോങ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഏത് കാര്യത്തിൽ സ്നേഹത്തിലായാലും വെറുപ്പിലായാലും നിങ്ങളുടെ ഇമോഷൻസ് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു, കൂടുതൽ സ്ട്രോങ് ആവുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. നമുക്ക് വന്നിരിക്കുന്നത് യങ്ങർമാൻ. യങ്ങർമാൻ എന്ന് പറയുമ്പോൾ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് യങ്ങർമാൻ. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡീലിങ്സ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒരു യങ്ങർമാനുമായിട്ട്, ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയുമായിട്ട് തുടങ്ങാനുള്ള ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ഒരു അവസരം വന്നു ചേരുന്നു എന്നുള്ളതാണ്. അത് വരാതിരിക്കാം. മനസ്സിലായോ? പിന്നെ വന്നിരിക്കുന്നത് ബ്രൂം എന്ന് പറയുമ്പോൾ ന്യൂ ഹോം ന്യൂ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ന്യൂ ഹോമിലേക്ക് പോകാം, അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ചിന്താഗതികൾ വരാം, പുതിയ ചില ഐഡിയാസ് വരാം, പുതിയ ചില ആശയങ്ങളെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തുടക്കം കുറിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നോട്ട് അൺസക്സസ്ഫുൾ പ്ലാൻസ്, അതായത് ഇന്ന് സക്സസ്ഫുൾ അല്ലാത്ത ചില പ്ലാനുകളൊക്കെ ഇന്ന് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. ചില പ്ലാനുകൾ, ഇന്ന് നിങ്ങൾ എടുത്തിരിക്കുന്ന ചില പ്ലാനുകളൊക്കെയും എന്താണ്, സക്സസ് ആവണമെന്നില്ല. മനസ്സിലായോ? അതാണ്. സീക്രട്ട് അഡ്മയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും രഹസ്യമായിട്ട്, നിങ്ങൾക്ക് എവിടെയോ ഒരു ആരാധകനുണ്ട് അല്ലെങ്കിൽ ആരാധികയുണ്ട് എന്നുള്ള, രഹസ്യമായി നിങ്ങളെ ആരോ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓളാണ് വന്നിരിക്കുന്നത്. ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ, നല്ല ഉപദേശം. നിങ്ങൾ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഉപദേശം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് അടുത്തതായിട്ട് സൺറൈസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ്, ന്യൂ വെഞ്ചേഴ്സ്, എ ഫ്രഷ് സ്റ്റാർട്ട്. കണ്ടില്ലേ, ഇന്നത്തെ ദിവസം സൺറൈസ് എന്ന് പറയുമ്പോൾ സൂര്യോദയം. പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇന്ന് കടക്കുന്നുണ്ട്, പുതിയ ചില ഐഡിയാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഐഡിയാസ് ആണ് വരുന്നത്. പുതിയ ചില ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ചാനൽ തുടങ്ങാനായിരിക്കാം, അതുമല്ല എങ്കിൽ പുതിയ ചില ഓൺലൈൻ വഴിയുള്ള ബിസിനസ് ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാനുള്ള സാധ്യത, അതുമല്ല എങ്കിൽ ചിലപ്പോൾ ചില വിദേശ യാത്രകൾക്കുള്ള തുടക്കം കുറിക്കാം. അങ്ങനെ സന്തോഷകരമായ ചില പുതിയ ഐഡിയാസ് വരാം, അല്ലെങ്കിൽ അത് സാധ്യമാകുന്ന എനർജിയാണ് ഇന്നത്തേത്. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ്, ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ഇന്ന് വന്നിരിക്കുന്ന റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.